ബത്തൂമി സിറ്റി എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ വരെ നെട്ടിപ്പോയി. കാരണം അടിപൊളിയാണ്. ആളാ ഷെഫ് വരുന്നത്, ഫസ്റ്റ് ഇറങ്ങിയാണ് ഷെഫ് വരുന്നത്. അത്യാവശ്യം ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. FMG പാസിംഗ് റേറ്റ് നല്ല ഉള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ബത്തൂമി ഷോത്ത റസ്റ്റവാലി യൂണിവേഴ്സിറ്റി. ജോർജിയയിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എക്സ്പെൻസ് കുറവായിട്ടുള്ള സിറ്റിയും പിന്നെ ഈവൻ ഫീസ് ആയാലും കുറവായിട്ടുള്ളൊരു ഫീസ് സ്ട്രക്ചറും വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇതാണ്. പിന്നെ പാസിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് പറഞ്ഞത് ഇവിടുത്തെ എക്സാമ്പിൾ പാസ്സാവാൻ അത്രത്തോളം ടഫില്ല എന്നുള്ളതാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. ഞാൻ എവിടെ ഉള്ളതെന്ന് അറിയാമോ? ബത്തൂമി സിറ്റിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ചെയ്തതൊക്കെ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ ചെയ്തത്. പക്ഷേ ബത്തൂമി നമ്മൾ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ട് ബത്തൂമി എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബത്തൂമിയിൽ നമുക്ക് നമ്മളെ റൂം മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം വ്ളോഗ് എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എടുത്ത ഒരു റൂമുണ്ട്. ഈ റൂമിൻ്റെ 45ാമത്തെ ഫ്ലോറിലാണ് ഈ റൂമുള്ളത് കേട്ടോ. ഈ കാണുന്നത് കടലാണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ബത്തൂമി സിറ്റി എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ വരെ നെട്ടിപ്പോയി. കാരണം അടിപൊളിയാണ്. ആ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എല്ലാ കാര്യങ്ങൾ. പിന്നെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടിയും ഇഷ്ടപ്പെട്ടത് ബത്തൂമിയാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ എസ്തറ്റിക്, അതായത് നമ്മളെ ഇപ്പോൾ നാച്ചർ പറയുകയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു കോർണിഷ് ഏരിയ പോലെ. നമ്മളിപ്പോൾ ദുബായിലും അബുദാബിയിലും അതുപോലെ തന്നെ സൗദിയിൽ നമ്മൾ കോർണിഷിലൊക്കെ പോകുമ്പോഴൊരു ഫീലില്ലേ, ആ ഒരു ടൈപ്പ് വൈബാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സിറ്റിയാണ്. ഈ സിറ്റിയിൽ ഒരുപാട് അറബ്സും ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഞാൻ ബത്തൂമി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ബത്തൂമി അടിപൊളിയാണ് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ അത് നേരിട്ടുണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നമുക്ക് ഞാൻ എന്ത് ചെയ്യാം, റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ബത്തൂമി യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാണിക്കാം. ഈ ബത്തൂമി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ബത്തൂമി റസ്റ്റവാലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജോർജിയയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ വെച്ചിട്ട് ഏറ്റവും ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ വെച്ചിട്ട്. പക്ഷേ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് പോയിട്ട് അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മറ്റേ റൂമൊക്കെ ഇറങ്ങിയിട്ടേ ഞാൻ നടക്കണം. അടിപൊളി സ്ഥലത്തോ ഒരു രക്ഷയില്ല. മനസ്സിലാ അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളത് പറയണം. കോർണിഷ് ഏരിയ പോലെ തന്നെ പക്ക കോർണിഷ് ഏരിയ, അടിപൊളി സ്ഥലം. ബത്തൂമി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ അറിയോ, ഭയങ്കര ഉള്ളോട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അത് എൻ്റെ ഡിഫറെൻ്റ് ആണ് എക്സ്പെക്ടേഷൻസ്. ഫസ്റ്റ് ബത്തൂമി സിറ്റി കാണുമ്പോൾ തന്നെ ഖത്തർക്ക് എത്തിയ പോലെ തോന്നി. കാരണം ഒരു ജയന്റ് വീലും ഒരു ഐലൻഡിൻ്റെ ഒരു കുറച്ച് സൈഡിൽ ജയന്റ് വീലും അങ്ങനെ കറങ്ങുന്നത് ആ ഒരു കാണാൻ. ഈ കാറൊക്കെ ഫോർ റെൻറ്റിനാട്ടോ. റെൻറ്റിന് ഒരുപാട് വണ്ടികൾ. നമ്മളിവിടെ വന്നിട്ട് വണ്ടി എടുക്കാൻ വിചാരിച്ചാൽ ഇവിടെ വന്നിട്ട് എടുത്ത ആവശ്യം. ഈ വണ്ടി ഇവിടുന്ന് ടിബിലിസിക്ക് പോണ വണ്ടിയാണ്. സോ നമ്മളില്ലേ യൂണിവേഴ്സിറ്റി പോകട്ടോ. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ചെറുതായിട്ട് മഴ ഉണ്ട്, ചെറിയ ചാറ്റൽ മഴ. പക്ഷെ നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇപ്പം ബത്തൂമി. ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റി കൂടി എങ്ങനെ ഉണ്ടോ. ഒരു അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. കുറച്ച് അങ്ങോട്ട് പോയി കറങ്ങി തിരിച്ചു വരണം. യൂട്ടേൺ ഇല്ലാത്തതുകൊണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ സ്ട്രീറ്റാണിത്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ബത്തൂമി ഷോട്ട റസ്റ്റവാലി മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് നിൽക്കുന്ന സ്ഥലം കണ്ടെങ്കിൽ ഇത്രയും പോഷായിട്ടുള്ളൊരു ഏരിയയിലാണ് യൂണിവേഴ്സിറ്റി കാണുന്നത്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡാണിത്.
അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയും ഒരു മോഡേൺ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ, ഇത് ബീച്ചാണ്. ഈ കാണുന്നത് നേരെ ബീച്ചാണ്. ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ തന്നെ മാരിയറ്റിൻ്റെ വലിയൊരു ഹോട്ടലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹിൽട്ടൻ്റെ ഹോട്ടലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതായത് ക്യാമ്പസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു അല്ല ക്യാമ്പസ് എന്നുള്ള ഒരു സംഭവത്തിൻ്റെ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അടിപൊളി പാർക്കാണ്. നേരെ ഫ്രണ്ടിൽ തന്നെ അടിപൊളി പാർക്കാണുള്ളത്. മനസ്സിലായോ? ഇത് നേരെ പോയിട്ട് ബീച്ചാണ്. അപ്പോൾ ഞാൻ ഇത് കാണിക്കണത് എന്തിനാണെന്നറിയോ, ഈ യൂണിവേഴ്സിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യണത് ബത്തൂമി എന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആയിരിക്കും, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സംഭവങ്ങൾ കാണുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ, ഒരു അതാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഞാനിങ്ങനെയല്ല വിചാരിച്ചത് ബത്തൂമിനെ പറ്റി. ഇവിടെ ഉണ്ടോ, അവിടെയൊക്കെ പാർക്കാ. ഇതാണ് യൂണിവേഴ്സിറ്റി. ഇവിടെ ഹോട്ടലുകൾ, പാർക്ക്, ഇവിടെ ഇങ്ങനെ വന്നിട്ട് അടിപൊളി. ഇങ്ങനെ പോയാൽ അവിടെ ബീച്ചാണ്. നേരെ വന്നു കഴിഞ്ഞാൽ ബീച്ചാണ്. കാണിച്ചു തരാം. ഒരാൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓ അടിപൊളി സ്ഥലം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഇതൊന്നും യൂണിവേഴ്സിറ്റീൻ്റെ ക്യാമ്പസിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളതല്ല, പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അവിടുന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നായ്ക്കളൊക്കെ സേഫ്സ് ഉണ്ടോ? നമ്മുടെ നാട്ടിൽ വലിയ പൈസ കൊടുത്താൽ ആസ്കിൻ്റെ പരിക്കുണ്ടല്ലോ. കണ്ടോ, ഇവിടെ സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് റെൻ്റ് ചെയ്ത് ചവിട്ടാൻ പറ്റും കേട്ടോ. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. ഇത് പറയുമ്പോൾ, പക്ഷെ ഇത് കാണിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയാം, നമ്മളെ നാട്ടിൽ ഇതേപോലെ പല പരിപാടികളും നടക്കും. പല പരിപാടികളും നമ്മളെ ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കും, പക്ഷേ ചെയ്യൂല. അപ്പം ഞാൻ റീസെൻ്റ്ലി കോഴിക്കോട് ബീച്ചിൽ കുറച്ച് മറ്റേ ബേപ്പൂർ സ്ഥലത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങൾ, പക്ഷേ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല. അപ്പോൾ പ്രോപ്പറായിട്ട് പരിപാടി ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെഡി ആവുള്ളൂ. ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, പക്ഷേ ഞാനിതിൻ്റെ സറൗണ്ടിങ് ഞാൻ ഇന്നലെ രാത്രി എത്തിയോട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് ഈ ഏരിയക്കൊന്നും വന്നിട്ടില്ല. ഈ കാണുന്ന സീ ആണ് കേട്ടോ, ബ്ലാക്ക് സീ എന്ന് പറയുന്നത്. ബ്ലാക്ക് സീ ആണത്. അപ്പോൾ ഇവിടെ ബീച്ചുണ്ട്, ഇവിടെ ഇങ്ങനെ ഷോപ്പുകൾ, കാര്യങ്ങൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ. പിന്നെ ഇവിടെ വേനൽക്കാലത്ത് സമ്മറിൽ ഇവിടെ വൻ തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്, ഫുൾ തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ടെന്ന് കാണിക്കട്ടോ. അപ്പോൾ ഞാൻ ആവേശത്തിൽ ഇതൊക്കെ കണ്ട ആവേശത്തിൽ കോട്ടിടാതെ ഇറങ്ങിയ, സെറ്റിടാതെ ഇറങ്ങിയത്. പക്ഷെ നല്ല തണുപ്പുണ്ട്, മഴയുണ്ട് ചെറുതായിട്ട്. എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്, ജോർജിയന്ന്. പിന്നെ ജോർജിയൻ്റെ ലാസ്റ്റ് ദിവസമാണ്, നാളത്തെ രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ പോകും. അപ്പോൾ ഇവിടുന്ന് ടിബിലിസിക്ക് എത്തണം. ഇത് കഴിഞ്ഞിട്ട് വേണം ടിബിലിസിക്ക് പോകാൻ. ഇവിടുന്ന് ഏകദേശം 6 മണിക്കൂർ ആണ് ബസ്സിൽ വരുന്നത്. ഞങ്ങൾക്ക് 4 മണിക്കൂർ എടുത്തുള്ളൂ, കാറിലാണ് വന്നത്. ട്രെയിനാണെങ്കിലും 4 മണിക്കൂർ തന്നെ ഉള്ളൂ, സെയിം പൈസയാണ്. ബത്തൂമി ഷോട്ട റുസ്തവാലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. വേറെ കാര്യം എന്താ പറയുക, ഇവിടെ നമ്മളെ സ്റ്റുഡൻസ് ഓൾറെഡി പഠിക്കുന്നുണ്ട്. നമ്മളെ സെഫ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെത്ര അഡ്മിഷൻ എടുത്തൊരു കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളെ നമുക്ക് കാണാം. ഓള് കോഴിക്കോട് നിന്നാണ്. സെഫയിൽ സംസാരിച്ചു നോക്കാം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്നത്. ഇതിൻ്റെ സൈഡ് വ്യൂ കുറച്ച് ഒരു സൈഡ് ഞാൻ കാണിക്കും. ഇതിന് ഫ്രണ്ട് നല്ല രസം കേട്ടോ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എത്ര സൈസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജോർജിയയിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഈ ഒരു ഫീസിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റി ഇതായിരിക്കും. വേറെ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ഈ ഒരു ഫീ സ്ട്രക്ചറിൽ ജോർജിയയിൽ
ഇപ്പം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ഒന്ന്. രണ്ട് എല്ലാവിധ അക്രിഡേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടിപൊളി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടി കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ കാണിക്കാം. ഞാനൊരു കാര്യം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടി കാണിച്ചു തരാം. കാരണം എന്താ അറിയോ, ഓൾറെഡി സഫ ഇവിടെ എത്താനുള്ളൊരു സമയമാണോ, ഓളടുത്ത് ഓള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയുക, മഴ പെയ്യുന്നുണ്ട്. ക്യാമറ ഒക്കെ കേടാകുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്കേ നിങ്ങൾക്ക് ഉഷാറായിട്ട് തന്നെ കാണിച്ചു തരണ്ടേ കാര്യങ്ങൾ. ഓ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. ഫ്രണ്ട് സൈഡിൽ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ശക്തി ആർജിച്ച് വരുന്നുണ്ട് കേട്ടോ. മഴ ശക്തി ആർജിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ പാർക്ക്, ഇവിടെ നമ്മളെ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ആണ് വരുന്നത്. കഴിഞ്ഞിട്ട് ഇവിടെ അടിപൊളി പാർക്ക്. ഈ പാർക്കിൽ കുട്ടിയൊക്കെ വേണമെങ്കിൽ പോവാം. ഇവിടെ ഒരു വാട്ടർ പാർക്ക് പോലത്തെ സെറ്റപ്പ് കണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ മറ്റൊരു സൈഡല്ല, ഫ്രണ്ട് സൈഡ്. അടിപൊളിയല്ലേ? എന്താ പറയാനുള്ളത്, ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാ. ഇതാ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നവർക്കേ അല്ല, ഫ്രണ്ട് ഇത് യൂണിവേഴ്സിറ്റിയാണ്. കണ്ടോ എത്രത്തോളം സെറ്റപ്പാണെന്നുള്ളത്. ഇതാണ് യൂണിവേഴ്സിറ്റി ഫ്രണ്ട് സൈഡ്. അതായത് ഇവിടെ ഇങ്ങനെ അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പുറത്ത് ഫ്രണ്ടിൽ പാർക്ക് കാര്യങ്ങൾ. അതാ സെഫ് വരുന്നത്, ബസ് ഇറങ്ങിയാണ് സെഫ് വരുന്നത്. ഹായ്. സഫ, ഇതിലൂടെ കയറാൻ പറ്റുമോ? ഓക്കെ, ബാക്ക് സൈഡ് വഴിയാണ് കയറാം. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. മറ്റേ സൈഡിൽ കൂടെയാണ് എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. ഇതിലൂടെ അങ്ങനെ കയറി കഴിഞ്ഞാൽ സഫ നമ്മൾ വിട്ട സ്റ്റുഡൻ്റാണ്. അവിടെ ഇതിലൂടെ കയറാം നമുക്ക്. ഓ, ഇവിടെയുണ്ട് കേട്ടോ ഒരു കോട്ടയാട് പോലെയൊക്കെ. വാ, ആദ്യം കഫേക്ക് പോവാ. അത് തന്നെ കഫേയാണ്. എല്ലാ സ്ഥലത്തും അണ്ടർഗ്രൗണ്ടിൽ കഫേ ആണല്ലോ. ഇവിടെ ഒരു കഫേ ഉണ്ട്. എന്തൊക്കെ സാമഗ്രികൾ. അണ്ടർഗ്രൗണ്ടാണ്. ഇവിടെ പ്രൊജക്ട് റൂം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. There is some table tennis or something. Opera? Huh? അപ്പോൾ അത് ലോക്കാണ്. ലോക്ക് ആയതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. ഇവിടെ 2 ലാംഗ്വേജിലാണ് മേടിച്ചിട്ടുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ഇവിടെ ടർഫൊക്കെ ഉണ്ട്. നടന്ന് ക്ഷീണിക്കാണ് പരിപാടി.
ക്ലാസ് റൂമിലെത്തി. ഇവിടുത്തെ ഒരു ക്ലാസ് റൂമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? സഫിനോട് ചോദിച്ചു നോക്കട്ടെ, ഇവിടുത്തെ പഠിത്തം കാര്യം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇവിടെ പത്തുമണി? ഇവിടെ കുഴപ്പമൊന്നുമില്ല. നല്ല യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. പിന്നെ സേഫ്റ്റിന്റെ കാര്യം എങ്ങനെയുണ്ട്? സേഫാണ്. ഇപ്പോൾ നമ്മൾ UAE പോലെ തന്നെ ഏകദേശം ആ ഒരു സിസ്റ്റം തന്നെ വരുന്നത്. ഇപ്പോൾ രാത്രിയായാലും നമുക്ക് വലിയ ഗേൾസിന് വലിയ പ്രശ്നമായിട്ട് വരുന്നതായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ അടിപൊളിയാണ്. ഇവിടെ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഒരു നാട്ടിലത്തെ ഫീൽ തന്നെ ആയിട്ട് ഉണ്ടാവും. ഇവിടെ അടുത്ത് തന്നെ പാർക്ക് ഉണ്ട്, ബീച്ച് ഉണ്ട്, ഫ്രണ്ടിൽ തന്നെ ബീച്ചാണ് വരുന്നത്. പിന്നെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നമുക്ക് ശരിക്കും ഈവൻ ഒരു ആവറേജ് സ്റ്റുഡൻസിനായാലും പോലും നമ്മൾ പഠിച്ചെടുത്ത നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെന്താ പറയുക, ക്ലിനിക്കൽസ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഫസ്റ്റ് സെമ്മിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പം എത്തിക്സ് ആയാലും ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ തന്നെ അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലാബ് ഉണ്ട്. അപ്പോൾ ഒക്കെ അത് സെക്കൻഡ് സെം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തുടങ്ങും. അനാട്ടമി ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പറഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് വരുന്നത്. ഇത് ക്ലാസ്സസ് നടക്കുന്ന ഏരിയ അല്ലേ? ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. ഈ സ്റ്റോണിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ലാബിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ലാബ് ഇതെന്താണ് സഫ? ഇത് അനാട്ടമിന്റെ ലാബാണല്ലേ? ഇവിടെ സ്കെൽട്ടൺ സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ സ്കെൽട്ടൺ സിസ്റ്റം വരുന്നുണ്ട്. ഓരോ ബോൺസ് കാര്യങ്ങളൊക്കെ, പിന്നെ മസിൽസിന്റെ ഇത് വരുന്നുണ്ട്. ഇവിടെയാണ് അനാട്ടമിന്റെ ലാബ് എന്ന് പറയുന്ന സ്ഥലം. ഒന്നെന്താ പറയുക, ഇവർക്ക് എല്ലാവർക്കും എക്സാം നടക്കുന്ന സമയം. അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. ചില സ്ഥലത്ത് എക്സാം നടക്കുമ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല, ചില സ്ഥലത്ത് വലിയ തിരക്കുണ്ടാവില്ല. ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. സഫൈ ഭയങ്കര ഫേമസ് ആണല്ലോ ഇവിടെ. എവിടെന്നാ നാട്ടിൽ നിന്ന്? മലപ്പുറത്തോടെ? ശരി, ഞാൻ എയർപോർട്ടിന്റെ അടുത്താ, കൊണ്ടോട്ടി. ഹായ്. ഇല്ല, നമ്മളെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് കുട്ടികളുണ്ട്. മലപ്പുറത്ത് നിന്ന്, കരുവാരക്കുണ്ട് നിന്നുള്ള കുട്ടികളുണ്ട്. സഫ കോഴിക്കോട് നിന്നാണ്. പിന്നെ അടിപൊളി ലെക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഫീസാണ് അട്രാക്റ്റീവ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഫീസ് കാര്യങ്ങൾ എങ്ങനെ, അക്രിഡിറ്റേഷൻസ് എന്തൊക്കെയാണ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഹായ്. സോ ഒരു വെയിറ്റിംഗ് ഏരിയ ആണ് കണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംവിധാനങ്ങൾ തന്നെയാണുള്ളത്. ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ലാബാട്ടോ, പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്. എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഹായ്. നമ്മളെ നാട്ടിൽ നിന്നുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുന്ന് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യണല്ലേ? വലിയ ലൈബ്രറിയാണ്. ഇത് ഇങ്ങനെ തുടങ്ങി അതിവിശാലമായ ലൈബ്രറി. ഇവിടെ ഇരുന്ന് പഠിക്കാം.
കുറേ നമ്മളെ നാട്ടുകാർ പഠിക്കുന്നല്ലോ. ഇതിൽ കൂടെ എക്സിറ്റ് ഉണ്ട് കേട്ടോ. വേറെ ബ്ലോക്കിലേക്ക് വരുന്നത് ഇതാണ് ശരിക്കും പഴയ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ഈ ബ്ലോക്കാണ്, പിന്നെയാണ് ആ ബ്ലോക്ക്. ഇത് പഴയ ബ്ലോക്കാണ്. നമ്മളിത് രണ്ടേ പുതിയ ബ്ലോക്കിലാണ്. നമ്മൾ ഓൾഡ് ബ്ലോക്കിലെത്തി. അപ്പോൾ ഇത് പഴയ ബ്ലോക്കാണ്. അപ്പം പിന്നെ നിങ്ങൾ മറ്റേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയോ? സ്റ്റാർട്ടായോ? ഫസ്റ്റ് സെമ്മിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എല്ലാ സെമ്മിലും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. അത് ശരി. അത് ഓരോ ചെറുതിന് തുടങ്ങി എക്സ്റേ, MRI അങ്ങനെ തുടങ്ങി പിന്നെ സർജറി അങ്ങനെ ആ ഒരു ഈ യൂണിവേഴ്സിറ്റി തന്നെയല്ലേ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. 1990 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കേട്ടോ. ബത്തൂമി ഛോട്ട റസ്റ്റവാലി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇയാളെ പേരാണല്ലോ അത്. ഇതാണ് ഛോട്ട റസ്റ്റവാലി എന്ന് പറഞ്ഞ ആള്. അപ്പം എന്താ വെച്ചാൽ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണിത്. അത്യാവശ്യം ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. FMG പാസിംഗ് റേറ്റ് നല്ല ഉള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ബത്തൂമി ഛോട്ട റസ്റ്റവാലി യൂണിവേഴ്സിറ്റി. ഇവിടെ ഇങ്ങനെ ഒരു പിയാനോ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ കിട്ടിയ എന്തൊക്കെ ട്രോഫി കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ എക്സിറ്റ് ആവണത് എവിടുക്കാൻ നോക്കി കേട്ടാ. അങ്ങോട്ട് വലിക്കല. അടിപൊളി സ്ഥലം. നമ്മൾ നേരത്തെ കാണിച്ച പാർക്കാണ് നേരെ എക്സിറ്റ് ആവണത്. കണ്ടോ? അപ്പോൾ അല്ലേ നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങാം കേട്ടോ. സെഫൻ്റെ അടുത്ത് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. സെഫ നമ്മൾ വിളിച്ചപ്പോൾ വന്നതാണ്. അവളിവിടെ ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കല്ലേ? എക്സാം നടന്നുകൊണ്ടിരിക്കണം. എക്സാം കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വിളിച്ചപ്പോൾ വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ട് നമുക്ക് അവളെ പറഞ്ഞേക്കാം. ഓക്കെ. ഇവിടെ ഫുഡ് ലിവിങ് എക്സ്പെൻസ് എങ്ങനെ വരുന്നത്? ഇപ്പോൾ സെഫ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്, പുറത്ത് നിന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഉള്ളതും പുറത്തുള്ളതും ഈ ഹോസ്റ്റലിൽ ഫസ്റ്റ് എങ്ങനെയായാലും ഇവിടെ വരുമ്പം ഒരു 1 ഇയർ ഫസ്റ്റ് നമ്മൾ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ അല്ലാതെ നിൽക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ലിവിങ് എക്സ്പെൻസ് കുറവായിട്ട് തോന്നിയത്. കാരണം ഈ ഹോസ്റ്റൽ ഫീസും ഈ ഫുഡും ഏകദേശം എന്തായാലും അതിനേക്കാൾ നമ്മൾ സാധാരണ ലിവിങ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ്. ഫുഡ് എല്ലാം ഉണ്ടാവും. അതെ എന്തായാലും എക്സ്പെൻസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ആൾക്കാരും ഈ എക്സ്പെൻസ് നോക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഒരു നിലവിലൊരു നല്ല രീതിയിൽ ആവറേജ് ഇതിൽ തന്നെ നമുക്ക് ലിവിങ് എക്സ്പെൻസ് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഏകദേശം ഒരു $300-200 ഉള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതിലും കുറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടുന്ന് കുട്ടികളെ ടിബ്ലിസിക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെ എങ്ങനെ പോവാ? എന്താ ബുദ്ധിമുട്ടാണോ പോവാൻ? പിന്നെ ഫ്ലൈറ്റ് ഇപ്പൊ ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും അല്ലെങ്കിൽ ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൗദി ഉള്ള കുട്ടികളുണ്ടാവല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ എയർപോർട്ട് ശരിക്കും ഇവിടെ ബത്തൂമി എയർപോർട്ട് ഉണ്ട്. ബത്തൂമി എയർപോർട്ടിലും നമുക്ക് ഇറങ്ങാം. അങ്ങനെ എടുക്കുന്നവരുണ്ട്, അല്ലാതെ ടിബ്ലിസി എടുക്കുന്നവരുണ്ട്. പക്ഷെ ശരിക്കും 3 എയർപോർട്ട് ഉണ്ട്. ഒന്ന് കുത്തേസി ഉണ്ട്, ടിബ്ലിസി ഉണ്ട്, പിന്നെ ബത്തൂമി ഉണ്ട്. നമുക്ക് അടുത്തായി വരുന്നത് ബത്തൂമിയും കുത്തേസിയാണ്. ഇപ്പം UAE റെസിഡൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ GCC കൺട്രീസിലുള്ളവരാണെങ്കിൽ കൂടുതലും കുത്തേസി വരുന്നതാണ് അവർക്ക് കുറച്ചുകൂടി എളുപ്പം. കാരണം ഇവിടുന്ന് 2 hours ഡ്യൂറേഷനേ വരുന്നുള്ളൂ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ടിബ്ലിസിക്ക് ഇവിടുന്ന് 6 hours ഉണ്ട്. പക്ഷെ ഇപ്പം നാട്ടിൽ പോകണമെങ്കിൽ ടിബ്ലിസിന്ന് നമുക്ക് പോകാൻ പറ്റും, വേണമെങ്കിൽ കുത്തേസിന്നും പോകാൻ പറ്റും. UAE ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ GCC കൺട്രീസ് ഒക്കെ ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ എമിറേറ്റ്സ് സൈഡിലുള്ള ആൾക്കാർക്ക് ഇവിടെ വിസ എൻട്രി നമുക്ക് ഡയറക്റ്റ് വരാം. എമിറേറ്റ്സ് സൈഡിൽ ഉള്ളവർക്ക് നമുക്ക് ഇവിടെ 90 days ഓൾറെഡി നമുക്ക് ഇവിടെ ടിക്കറ്റ് മാത്രം എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിസക്ക് വേണ്ടി നമുക്ക് ഇവിടുത്തെ ജോർജിയൻ വിസ TRCയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
TRC കാർഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ കാർഡ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് സ്റ്റുഡൻസ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ATM കാർഡ് പോലെ തന്നെ, നാട്ടിലുള്ള പോലെ. എന്നിട്ട് അത് നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫ്രീ ആണ്. ബസ്സൊക്കെ വരുന്നത് ഫ്രീ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതിൽ വലിയ പ്രശ്നമില്ല. പിന്നെ ക്യാബ് ആയാലും ഭയങ്കര ചീപ്പാണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഓട്ടോ വിളിക്കുമ്പോൾ പോലും നല്ല പ്രൈസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ 1 ലാരി 2 ലാരി 5 ലാറിന്റെ മേലെ എന്തായാലും പോവില്ല. ഇവിടെ ലാറി എന്നാണ് കറൻസിക്ക് പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും കുറവാണ് കമ്പാരിറ്റീവ്ലി. അത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ 5 ലാറിന്റെ അടുത്ത് എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ 1 ലാരി ഭയങ്കര ചീപ്പാണ് ക്യാബ് വരുന്നതൊക്കെ. എക്സാംസ് നമുക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് വെച്ച് നോക്കുമ്പോൾ എക്സാംസ് ഒക്കെ പാസ്സാവാൻ പഠിച്ചാൽ പാസ്സാവാനുള്ളത് ഉള്ളൂ. നമ്മൾ പഠിച്ച് റെഡി. വലിയൊരു കൺസേൺ ഗേൾസിന്റെ സേഫ്റ്റിയാണ്. അത് എന്താ തോന്നിയിട്ടുള്ളത്? ഗേൾസ് ഇപ്പം പ്രത്യേകിച്ചും നമ്മളെ നാട്ടുകാരാണെങ്കിൽ പല മതക്കാരും ഉണ്ടാവും. അപ്പൊ ആ ഒരു മുസ്ലിം ഗേൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു ഗേൾസ് ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? അതിൻ്റെതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. റിലീജിയൻ പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ഇപ്പോ കുറെ ഈവൻ മുസ്ലിംസ് ആയാലും അത്യാവശ്യം ഉണ്ട്. നമ്മളെ നാട്ടുകാർ തന്നെ ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻസും ഹിന്ദു എല്ലാവരും ഒരേപോലെ തന്നെ കാണുന്നതാണ് ഇവിടെ. അങ്ങനത്തെ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരതും. പിന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണോ? ഇപ്പൊ ഫുഡ് ആണെങ്കിൽ ഇപ്പൊ സ്പൈസസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലാത്ത രീതിയിൽ ഇപ്പം അല്ല, ശരിക്കും സ്പൈസസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. അപ്പം നമുക്കിപ്പോ ഇന്ത്യയിൽ കിട്ടുന്ന സ്പൈസസ് തന്നെ കറക്റ്റ് ഇവിടെയും അത് അവൈലബിൾ ആണ്. പിന്നെ അല്ലാതെ ഇപ്പൊ നമുക്ക് ആട്ട, പിന്നെ ബാക്കി എന്താ റവ പോലത്തെ അങ്ങനത്തെ എല്ലാം ഇവിടെ ഏകദേശം അവൈലബിൾ ആണ്. വലിയ പ്രശ്നമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ വെജിറ്റബിൾസ് ആയാലും അത്യാവശ്യം എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു. ഞാനാണ് ശരിക്കും ഈ കൺട്രി ചൂസ് ചെയ്തത്. അപ്പൊ ഇവരോട് പറഞ്ഞു എനിക്ക് ഇന്ന കൺട്രിയിൽ പോകണം, ഈ യൂണിവേഴ്സിറ്റി എനിക്ക് എടുത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെടുത്തു തന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. നല്ല സർവീസ് ആയിരുന്നു. ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്കോ? ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, ഒരു മെസ്സേജ് എന്താണ്? ഈ യൂണിവേഴ്സിറ്റി ഇവിടെ ജോർജിയയിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എക്സ്പെൻസ് കുറവായിട്ടുള്ള സിറ്റിയും പിന്നെ ഈവൻ ഫീസ് ആയാലും കുറവായിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറും വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇതാണ്. മാത്രമല്ല നമുക്ക് ഞാൻ പറയില്ലേ ഇവിടുത്തെ ഒരു ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ്. നാട്ടിലത്തെ ഒരു ഫീൽ തന്നെ കിട്ടും. ഈവൻ ബീച്ച് അടുത്താണ്. പിന്നെ അത്യാവശ്യം മോൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈവൻ നടന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. എത്ര കിലോമീറ്റേഴ്സ് ആണെങ്കിൽ നടക്കുമ്പോഴും നമുക്ക് അത് മനസ്സിലാവില്ല. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിന് ശരിക്കും ആവശ്യം വരുന്നില്ല ഇവിടെ. ശരിക്കും നമ്മൾ അത്രയും ആ ഒരു വൈബിൽ അങ്ങനെ നടന്നു പോകാൻ പറ്റും കിലോമീറ്ററുകളോളം. കാരണം ബത്തൂമി എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഇപ്പോൾ സെംബ്രേക്ക് വരുന്നുണ്ട്. അപ്പം സെംബ്രേക്കിന് ഒരു 20-21 ഡേയ്സ് എന്തായാലും ലീവ് ഉണ്ട്. അപ്പം അതിൽ നാട്ടിൽ പോയി വരാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ. അപ്പൊ ബത്തൂമി ഷോർട്ട് റെസ്റ്റ് വാലി യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യുക. ഒന്ന്. രണ്ടാമത്തത് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് $5,000 ആണ് പെർ ഇയർ വരുന്നത് ഫീസ്. അക്രിഡിറ്റേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ECFMGൻ്റെ അക്രിഡിറ്റേഷൻ ഉണ്ട്, WFMൻ്റെ അക്രിഡിറ്റേഷൻ ഉണ്ട്. 1990 സ്ഥാപിതമായിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ പാസിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് പറഞ്ഞത് ഇവിടുത്തെ എക്സാമ്പിൾ പാസ്സാവാൻ അത്രത്തോളം ടഫ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ FMG പാസിംഗ് റേറ്റും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള യൂണിവേഴ്സിറ്റി. പിന്നെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ജോർജിയയിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റിയൊരു യൂണിവേഴ്സിറ്റിയാണ് ബത്തൂമി യൂണിവേഴ്സിറ്റി. കാരണം ഫീസ് സ്ട്രക്ചർ കുറവാണ്, ലിവിങ് എക്സ്പെൻസ് കുറവാണെന്നുള്ളതാണ് മെയിൻ കാരണം. പ്രാക്ടിക്കൽ എക്സ്പോഷേഴ്സ് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് സേഫ്റ്റീൻ്റെ കാര്യം അടിപൊളിയാണ്. ഞാനിവിടെ വന്ന് താമസിച്ച് കണ്ട അനുസരിച്ച് അടിപൊളിയാണ് സേഫ്റ്റീൻ്റെ കാര്യം വരുന്നത്. പിന്നെ ലിവിങ് എക്സ്പെൻസ് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ $300 to $350 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം വരുന്നുണ്ട്. പുറത്ത് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഒരു $200 to $300 ഉള്ളിലാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരിക. ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ ജോർജിയ നമുക്ക് ബത്തൂമി എയർപോർട്ട് ഉണ്ട്, കുട്ടസായ എയർപോർട്ട് ഉണ്ട് അല്ലേ?
കുട്ടേസി എയർപോർട്ട് ഉണ്ട്, പിന്നെ ടിബിലിസി എയർപോർട്ടും ആണുള്ളത്. അപ്പോൾ ഇതിൽ എവിടെ നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടിപൊളി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഞാൻ നേരിട്ട് വന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കാര്യത്തിൽ ജോർജിയ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റി ഇതാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് പോയ TSMUക്ക് $8,000 ഉണ്ട്. നമ്മൾ ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അതും ഏകദേശം $6,200 ഫീസ് വരുന്നുണ്ട്. ഇതാണ് 5,000 വരുന്നത്. അത് രണ്ടും ടിബിലിസിയിലാണ്, ഇത് ബത്തൂമിലാണ്. ഇത് 4,000 ഉള്ളായിരുന്നു, പക്ഷെ അവർ $1,000 ഫീസ് കൂട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റീൻ്റെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് ഇവിടെ MBBSന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലും ഞങ്ങൾ ഓഫീസായിട്ട് കണക്ട് ചെയ്യാം. ഇനി MBBS പഠിക്കാൻ താല്പര്യം ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക്, സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അതിന് റെസ്പോൺസ് തരുന്നതായിരിക്കും. സോ ഓക്കെ, ബൈ. Daughter Expert EduLinks. Be a doctor by doctors.